ഹായ് മക്കളെ, സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് സാർ ഇന്ന് പറയാൻ പോകുന്നത്. മക്കളെ, കെമിസ്ട്രി സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നിങ്ങൾക്ക് എളുപ്പമുള്ള സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ +2 കെമിസ്ട്രിയിൽ നല്ല എളുപ്പമാണെങ്കിൽ ആദ്യം മക്കൾ ചെയ്യേണ്ട കാര്യം ആ ചാപ്റ്റർ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതായത് ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് മക്കൾ ആദ്യം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താടാ? എളുപ്പമുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ ആയിരിക്കുമല്ലോ, അതിലെ കണ്ടന്റ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം മക്കൾ ചെയ്യേണ്ട കാര്യം എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഫസ്റ്റ് തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ന് വെച്ച് ഒരു കാര്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? വെയിറ്റേജ് ഉണ്ടെന്ന് കരുതി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ 8ാമത്തെ ചാപ്റ്റർ വലിയ ചാപ്റ്ററാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പക്ഷേ ഒരു കുട്ടിക്ക് അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് കരുതുക. അപ്പം നിങ്ങളത് പഠിക്കണം നിർബന്ധമില്ല, അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾക്ക് നിർബന്ധമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. സേ എക്സാം എഴുതുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ ആ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും അറിയില്ല, പഠിച്ചെടുക്കണം ആദ്യം മുതലേ, നല്ല ടാസ്ക് ആണെങ്കിൽ അതിൽ ഓവർ കിടന്ന് മെനക്കെടണ്ട. പക്ഷെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്? വെയിറ്റേജ് കൂടിയത് ഇലക്ട്രോ കെമിസ്ട്രി, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ആൽഡിഹൈഡ് കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്, ആൽക്കഹോൾ ഫീനോൾ ആൻഡ് ഈതേഴ്സ്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് നല്ല വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് മക്കൾ നോക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. എടാ, നിങ്ങൾക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ ഫുള്ളായിട്ട് അതിനെ ചോദിക്കുന്നല്ല, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ പറഞ്ഞാലും PYQs ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. എല്ലാ ക്വസ്റ്റ്യനും പുതിയ ക്വസ്റ്റ്യൻ ഒന്നും ആവില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നന്നായിട്ട് ചെയ്ത് പഠിക്കണം, അതാ പറയാനുള്ളത്. എഴുതി തന്നെ പഠിക്കണം, അല്ലാതെ നിങ്ങൾ അത് വായിച്ച് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഒരു പേപ്പർ എടുത്ത് എഴുതിയിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് അതിൻ്റെ ആൻസർ നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താ? PYQ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ വർഷത്തെയും ഇംപ്രൂവ്മെന്റ് സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം വെച്ച് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും എക്സാം എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അടുത്തത് നാലാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൽ എവിടെയാണ് തെറ്റ് പറ്റിയത് എന്ന് തിരിച്ചറിയുക. അതായത് ഇപ്പോൾ സേ എക്സാം എഴുതുന്ന കുട്ടി, ആ കുട്ടി തോൽക്കാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഞാൻ ആ എക്സാമിൽ തോറ്റത്, എന്തുകൊണ്ടാണ് ഞാൻ എക്സാം ഫെയിലായത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. ചില ആളുകളുണ്ട് രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, നല്ല ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടാവും. പക്ഷേ എക്സാമിനാവുമ്പോൾ ആ സമയത്ത് എഴുതാൻ പറ്റുന്നില്ല, ടെൻഷൻ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച കണ്ടന്റ് മറന്നു പോവാണ്. അങ്ങനെയുള്ളവർ നിങ്ങളെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ തിരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കി എളുപ്പമാണ്. ഇംപ്രൂവ്മെന്റ് ചെയ്ത് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് എനിക്ക് മാർക്ക് പോയത്? ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഓർഗാനിക്കിലാണ് മാർക്ക് പോയത്, ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഭാഗത്തു നിന്നാണ് എനിക്ക് മാർക്ക് കുറയാൻ കാരണം ഓർഗാനിക് കെമിസ്ട്രിയാണ്. അപ്പോൾ ആ ഓർഗാനിക് കെമിസ്ട്രിക്ക് എങ്ങനെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം, അവിടെ ഞാൻ എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കണം. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഓർഗാനിക് കെമിസ്ട്രി ഒരിക്കലും നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എഴുതി പഠിക്കല. ഓരോ റിയാക്ഷനും ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസ് മക്കൾ എഴുതി തന്നെ പഠിക്കണം, അല്ലാതെ നിങ്ങളത് വായിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങളെ മൈൻഡിൽ അത് നിൽക്കൂല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ഓക്കെ, സേ എക്സാം എഴുതുന്ന കുട്ടികളും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. എന്താണോ പഠിക്കുന്നത് അത് റിവൈസ് ചെയ്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അഞ്ചാമതായിട്ട്
നിങ്ങൾ ഓർക്കേണ്ട കാര്യം, റിലാക്സ് ആയിട്ട് പഠിക്കുക, റിലാക്സ് ആയിട്ട് റിവൈസ് ചെയ്യുക. ഒരിക്കലും നമ്മൾ പെട്ടെന്ന് ടെൻഷനായി ഇനി ഒരു മാസമല്ലേ ഉള്ളൂ എന്ത് പഠിക്കും, അങ്ങനെ യാതൊരുവിധ കൺഫ്യൂഷൻ അതിൽ വേണ്ട. ടെൻഷൻ അടിച്ചിട്ട് ഇനി വരുന്ന എക്സാമും കൂടി കൊളാക്കരുത്. അപ്പോൾ ഉള്ള എക്സാം ഏതായാലും എക്സാം വരുന്നുണ്ട്, അത് എന്തായാലും അവിടെ നടക്കും. അപ്പം നിങ്ങളത് വൃത്തിക്ക് പഠിച്ച് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് ഒഴിവാക്കി അത് കൂളായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ കൂളായിട്ട് ഡീൽ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റിലും കാണുക. നിങ്ങൾ കുറേ ടെൻഷൻ അടിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ കുറേ ഓർമ്മയിൽ പോയി മറന്ന് അതൊന്നും ആലോചിക്കരുത്. കൂളായിട്ട് സിമ്പിളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ വൃത്തിയിൽ എക്സാം പേപ്പറിൽ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾക്ക് എക്സാം പേപ്പറിൽ നിങ്ങൾ എന്ത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അത് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, ഇനി കെമിസ്ട്രീൻ്റെ കേസിൽ നിങ്ങൾക്ക് എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. സാറ് പറഞ്ഞുതരാം. ഒന്ന്, സൊല്യൂഷൻ. അത് ഒട്ടുമിക്ക ആളുകൾക്കും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 7 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2, കെമിക്കൽ കൈനറ്റിക്സ്. അതിൽ നിന്നും ഒരു 6-7 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പെട്ടെന്ന് മക്കൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? പിന്നെ D&F ബ്ലോക്ക് എലമെൻറ്റ്സ്. അത് പക്കാ തിയററ്റിക്കൽ ചാപ്റ്ററാണ്. ഏതൊരു കുട്ടിനെ കൊണ്ടും വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് D&F ബ്ലോക്ക് എലമെൻറ്റ്സ്. ഇപ്പം 3 ആയല്ലോ. ഇനി ഓർഗാനിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്, ഒന്നാമത്തെ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ. അപ്പോൾ ആ 4 ചാപ്റ്റർ ഏതൊക്കെയാ? സൊല്യൂഷൻ, കെമിക്കൽ കൈനറ്റിക്സ്, D&F ബ്ലോക്ക്, ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ്, 5-മത്തത് ബയോമോളിക്യൂൾസ്. ഈ 5 ചാപ്റ്ററും കുറേയൊക്കെ എളുപ്പമാണ് പഠിച്ചെടുക്കാൻ. സൊല്യൂഷൻ, കെമിക്കൽ കൈനറ്റിക്സ്, D&F ബ്ലോക്ക് എലമെൻറ്റ്സ്, ഹാലോ ആൽക്കൈൻ ആൻഡ് ഹാലോ അരീൻസ്, ബയോമോളിക്യൂൾസ്. ഇത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ എന്നല്ല സാറ് പറയുന്നത്, പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ആസ് കമ്പയർഡ് ടു മറ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു വെച്ചിട്ട് ബാക്കി ടഫുള്ള നിങ്ങളുടെ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡും ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതേഴ്സും, ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ കുറച്ച് ടഫുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നീട് നോക്കുക. അപ്പോൾ ആ രീതിയിൽ ഒരു ഓർഡറിൽ ചിട്ടയായ പഠനം നിർബന്ധമാണ്. ടൈം ടേബിൾ വെച്ച് പഠിക്കുന്നത് ഏറ്റവും നല്ല കാര്യം. ഇനി അല്ല അതൊന്നും നിങ്ങളെ കൊണ്ട് പോസിബിൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ഓർഡർ ഉണ്ടാക്കുക. ഇപ്പം ഇന്ന് ഞാൻ കെമിസ്ട്രിയിൽ 2 ചാപ്റ്റർ പഠിക്കുന്നു. അതായത് നിങ്ങൾക്കിപ്പോൾ എജുപോർട്ടിൻ്റെ ബാച്ചൽ ജോയിൻ്റ് സ്റ്റുഡൻസിന് അറിയാം, അവർക്ക് കറക്റ്റായിട്ട് ലൈവിൻ്റെ ഷെഡ്യൂൾ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഇപ്പോൾ സൊല്യൂഷൻ ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ലൈവാണ്. അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അന്ന് തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഓരോ ദിവസം ലൈവിൻ്റെ കൂടെ ചാപ്റ്റേഴ്സ് കവർ ചെയ്താൽ അത് നിങ്ങൾക്ക് ബെറ്ററാണ്. അപ്പോൾ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠനം എന്നുള്ളത് അത് മുന്നോട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ടെൻഷൻ ആവാതെ മക്കൾ അടിപൊളിയായിട്ട് ഇപ്പം തന്നെ സാറി പറയുന്ന ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് എളുപ്പം അത് പഠിച്ചു വെച്ച് ബാക്കി ടഫുള്ള ചാപ്റ്ററിന് കുറച്ച് സമയം കൊടുത്ത് മക്കളത് അടിപൊളിയായിട്ട് ഇപ്പം തന്നെ പഠിച്ച് സെറ്റാക്കുക. ഇനി നമുക്കൊരു അവസരമില്ല, ഈ അവസരത്തിൽ തന്നെ മാക്സിമം എക്സാമൊക്കെ എഴുതി പാസ്സാവുക, ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളവർ ഇമ്പ്രൂവ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ തീർക്കണം. ഇനി വേറെ ഒരു ഇതിനു വേണ്ടി നമുക്കൊരു വെയിറ്റിംഗ് ഒന്നും ഇല്ല. അപ്പോൾ അതോടുകൂടി ഈ എക്സാമോട് കൂടി അത് തീരണം. കെമിസ്ട്രി ഇതോടുകൂടി അല്ലെങ്കിൽ ഇനി വേറെ ഏത് വിഷയം ആയിക്കോട്ടെ ഇതോട് കൂടിയിട്ട് നമ്മുടെ എക്സാമിൽ നമ്മൾ പാസ്സാവണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൽ നമ്മൾ ഇമ്പ്രൂവ് ആയിരിക്കണം. അപ്പോൾ അതൊരു എയിമാക്കി കണ്ടുകൊണ്ട് മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റാക്കി എക്സാം ഉഷാറാക്കി എഴുതുക.